ഞാൻ കൊറേ അന്വേഷിച്ചായിരുന്നു. അതെയോ? അതെ അതെ അതെ. പിന്നെ കണ്ടു കിട്ടിയില്ല. എവിടെ ആയിരുന്നു നീ? സോഫിയ മാത്രം കാണുമ്പോ എനിക്ക് ചിരി വരുന്നത്. ഞാൻ എന്നെ കണ്ടത് കോമാളി ലുക്ക് ഉണ്ടോ നിനക്ക്? കോമാളിയായിട്ട് തോന്നുന്നുണ്ടോടി? ഉണ്ടെന്ന് പറയണോ? നീ കൂടെ അങ്ങനെ പറയില്ല, എനിക്ക് ഭയങ്കര വിഷമമാവും. കോമാളിയല്ല. പിന്നെ എന്താ പരിപാടി? കൊറേ ആളായാലേ കണ്ടിട്ട്. പിന്നെ പിന്നെ അത് സുഖമാണോ? സുഖം. സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചാ നീ? കഴിച്ചില്ല, കഴിക്കണം. അത് കഴിക്കാ ഞാൻ ഒരു സോഷ്യൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്ന ഒമേകളിൽ കയറിയത്, മനസ്സിലായില്ലേ? ഞാനിങ്ങനെ ആൾക്കാർക്ക് പാട്ട് ഇങ്ങനെ പാടി കൊടുക്കും. ഞാൻ കഴിഞ്ഞ വട്ടം മീറ്റ് ചെയ്തപ്പോൾ പാട്ട് പാടി തന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇത് ഈ വട്ടം എല്ലാവർക്കും ഒന്ന് പാട്ട് പാടി കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഇല്ലല്ലോ, ഞാൻ ലിപ്സിങ്ങിന്റെ ആളല്ല, മനസ്സിലായി? ലിപ്സിങ്ങിന്റെ ആളെ അല്ല ഞാൻ. ഒരു പ്രാവശ്യം ഞാൻ അപ്പോഴേ ചോദിച്ചത്. അല്ല ഒരു സെക്കൻഡ്. നീ എന്ത് ക്യൂട്ടാണ് മന്ദു. അപ്പം സോഫിയ ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, വെയിറ്റ് ചെയ്യ്. ഇവൻ പെമ്പിള്ളേരായിട്ട് നീ കൂടുതലൊന്നും കിടന്ന് പറയല്ലേ പണ്ടാരം. അർപ്പി മതിയല്ലോ ഒമേകൾ. പിന്നെ സുഖമാണോ സോഫിയ? ഇതെന്തരി അല്ല, ഞാൻ അത് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് വന്നില്ല, ഇങ്ങനെ സാധനം വന്നില്ല. അണ്ണു സുഖമാണോ? അണ്ണു അണ്ണു എന്തൊക്കെയാ ഞാൻ ചോദിക്കണേ? അല്ല, ഞാൻ ഇവിടെ ചോദിച്ചേ, VC പറഞ്ഞു. സോഫിയ കണ്ടപ്പോ നാണം. അല്ല സോഫിയ, ഞാനൊരു പാട്ട് പാടി തരാം സോഫിയക്ക്. ഞാൻ ഇത് കണ്ണന്റെ കൂട്ടല്ല, ഞാൻ പറ്റിയ പരിപാടി ഒന്നുമില്ല. ഞാൻ ഓൾറെഡി എന്റെ ഓൺ വോയിസ് കേട്ടിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, പാടട്ടെ. സെക്കൻഡ് മോണിറ്ററിന്റെ ഇത് അഭിനയിക്കാനൊന്നും അറിയത്തില്ലടാ. വാക്കൂടെ വളിവിടുന്ന പോലെ എടാ മൂലം മുഖത്ത് വായി വെച്ച് നടക്കുന്നവനെ വിശ്വസിച്ചിരിക്കുന്ന മണ്ടിപ്പിണ്ടു. എല്ലാം ബെഞ്ചിന് കൊട്ടുന്ന സീൻ എങ്ങനെ ചെയ്യുന്നീ? സത്യം, ബെഞ്ചിൽ എങ്ങനെ കൊട്ടൂടാ നീ? കൊട്ടടാ ബെഞ്ചി, ബെഞ്ചി കൊട്ടടാ, ബെഞ്ചി പൊട്ടടാ കൊട്ടാ. ബെഞ്ചി പൊട്ടടാ കൊട്ടാ, ബെഞ്ചി കൊട്ടടാ പൊട്ടാ. അഭിനയിക്കുന്ന ജോക്കി എന്നെ അടിപൊളി വസന്തിയും ഞാനല്ല മണി. വാസന്തി ലക്ഷ്മി ഞാനല്ല മണി. കറക്റ്റ് മണി. കറക്റ്റ് കലാമണിയല്ലേ ഇത്? അഭിനയിക്കടാ നീ. എടാ മന്ത്രി കാണാൻ വേണം. ആ കൊച്ചു ഉറങ്ങുവാന്നോ കണ്ണു തുറന്നു വെച്ച്? ഹലോ, പാട്ട് കൊള്ളാം. പക്ഷേ എനിക്കങ്ങനെ, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? പാടി എനിക്കങ്ങനെ ഇങ്ങനെ മനസ്സിലായി. ഔട്ട് ഓഫ് 10 എത്ര വരും പാട്ടിന്? പാടണേ. അത്രയുള്ള
താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ പാടി ഇങ്ങനെ ഇടുന്നതിനെ പറ്റി ട്രൈ ചെയ്തോണ്ടിരുന്നത്, മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പാടി ഇടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് അതിനുള്ളൊരു ഇത് കിട്ടിയില്ല. ഞാൻ അപ്പൊ വിചാരിച്ച ഒമേഗിൾ ചെയ്തിടാന്ന്. അല്ല പന്താരം അല്ല. ആ അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എങ്ങനെ പോകുന്നു ലൈഫ്? സുഖം. ലൈഫ് സൂപ്പർ. അടിപൊളി. ഈ പൊട്ടന്റെ അഭിനയം മനസ്സിലായി. ചിരിക്കുകയൊക്കെ ചെയ്യണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അണ്ണു ഒരു എന്താ എന്ത് ചിരിക്കുന്നേ? ചിരിച്ചുകൂടി ചിരിച്ചൂടാ? എങ്ങനെയുണ്ട് പന്താരം? അത് അണ്ണും കുട്ടി തമ്മിലൊരു സിംഗിൾ ആണ്. പിന്നെ ഞാൻ എല്ലാരോട്ടും സിംഗില്ലയോ? എന്നെ കാണുമ്പോ നീ എന്താ ഈ ചിരിക്കുന്നേ? എന്നെ കണ്ടു കഴിഞ്ഞ ഒരു കോമാലിന്റെ കൂട്ട് തോന്നുന്നു നിനക്ക്? എന്തൊക്കെ ഡയലോഗ് ഒന്നും പറയല്ലേ. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് സംസാരിക്കുക. വൈ യു ഡോണ്ട് നോ എന്ന് പറയടാ. വൈ യു ഡോണ്ട് നോ എന്താ എനക്ക് നല്ല തലവേദന. എന്നാ പോയി കിടന്ന് ഉറങ്ങി കൂടി. അണ്ണു അങ്ങനെ പറയല്ലോ, പിന്നെ നമ്മള് ജീവിക്കണ്ടേ. അണ്ണോ? അത് നമ്മുടെ ഒരു തലമുത്ത കാരണം പറയാം. അച്ചാന്ന് വിളിയടാ നീ, അച്ചാന്ന്. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ഗാർഡിയൻ എന്നൊക്കെ പറയാം നമ്മുടെ പുള്ളിയാണ്. അപ്പൊ പുള്ളിയെ കൂടി ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ? പുള്ളി ഇങ്ങനെ ഇത് സ്ട്രീമർ കണ്ടോടാ കൊച്ച്. അല്ലല്ല, നീ സ്ട്രീമർ ആണോ? നീ സ്ട്രീമർ ആണോ? സ്ട്രീമർ അല്ല, റെക്കോർഡിംഗ്. എന്നെ കണ്ടന്റ് ആക്കോ? ആക്കണോ? പേര് ചോദിക്കടാ. പേര് ഇത് കണ്ണാപ്പി കണ്ട വെച്ച സോഫിയ. അങ്ങനെയല്ല, കണ്ണാപ്പി കണ്ട കൊച്ചിന്ന്. കണ്ണാപ്പി കണ്ട കൊച്ചു അങ്ങനെ വ്യക്തമായിട്ട് പറയാം മന്ദാരം. അല്ലാതെ അങ്ങനൊക്കെ പറഞ്ഞാലേ. അണ്ണു സോഫിയ എന്നാ പേര്. എനിക്ക് കുറെ മെസ്സേജ് വന്നേക്കുന്നു, കണ്ണാപ്പിയുടെ പെണ്ണല്ലേ. സംഭവം എന്താ അറിയോ? ഒരു റീല് നിങ്ങള് ഇത് ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ആണ്? ഇതിലും ഭേദം നീ രാത്രി മറ്റേ പൂച്ച മൂലത്തി വെച്ച് വയറ്റി പെണ്ണുമ്പിടക്കുന്ന നീ എന്നാ ഭേദം. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന, മനസ്സിലായില്ലേ? ഇങ്ങനെ പലതും വരും അവന്റെ പേരില്, പല അലിഗേഷൻസ് വരും. നമ്മളത് കാര്യമാക്കാറില്ല. ഇടയ്ക്ക് പെണ്ണുപിടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാം മാറി വരുന്നുണ്ട്, മനസ്സിലായില്ല? അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പലതും വരും, നമ്മളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറയുന്നവരെന്തും പറയുമല്ലോ. നമ്മുടെ പയ്യന് ഇതിപ്പോ ഒരു പ്രത്യേക സെക്ഷൻ ആക്കി മാറ്റിയല്ലേടാ. സ്ട്രീമിങ്, റെക്കോർഡിങ്, റിയാക്ഷൻ, റെക്കോർഡിങ്, റിയാക്ഷൻ, കോണ്ടന്റ് ക്രിയേഷൻ മാറി. കോണ്ടന്റ് ക്രിയേഷൻ 3 ഇത് സ്പ്ലിറ്റ് ആയാണ്. എടാ ടീഷർട്ട് അയച്ചു അങ്ങോട്ട് ഇത് എങ്ങനെയുണ്ട് റേറ്റ് മൈ ബാഡി അങ്ങോട്ട് ചോദിച്ചു നോക്കിയാണ്. കാണിച്ചു കൊടുറാ. ഞാൻ ഒന്ന് ഫ്ലെക്സ് ചെയ്യാവേ, എന്നെ ഒന്ന് റേറ്റ് ചെയ്യണം. പോയി ഞാൻ ഫ്ലെക്സ് ചെയ്യാവേ, എന്നെ ഒന്ന് റേപ്പ് ചെയ്യുമോന്ന്. ഇല്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്തവനെ ടീഷർട്ട് വരണോ? ടീഷർട്ട് ഒന്നും വരണ്ട. ടീഷർട്ട് ഇവരുണ്ടല്ലേ, കൈ മാത്രം കാണിച്ചാൽ മതി. കൈ മാത്രം കാണിച്ചു. കൈ പമ്പ് കേട്ടോ ഒന്ന്. ആ കൊച്ചു തെറ്റിദ്ധരിക്കും കേട്ടാ. ഇത് ഇത്രയൊക്കെ വെയിറ്റ് ചെയ്ത് ചോദിച്ചാൽ വല്ല ഉണ്ടോടെ? മറ്റേ കാടമുട്ടയാണോ ഇവൻ? ഫുൾ നാറ്റി. അത് നമ്മൾ കുറച്ച് പൊക്കിയൊക്കെ വെക്കണം, മനസ്സിലായില്ലേ? പൊക്കിയൊക്കെ വെച്ചിട്ട് കാണിക്കാം. കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാം. ഉണ്ട് കേട്ടാ ചെറുക്കൻ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് മന്ദാരം. കണ്ടന്റ് ഐഡിയ വേണമെങ്കിൽ എന്റെ അടുത്ത് എങ്ങനെയുണ്ട്? ഷർട്ട് ഊരിയ എന്നെ കൊണ്ടുപോവേ. ഷർട്ട് ഊരിയ കൊണ്ടുപോവേ. ഇത് വീട്ടിലെ ഫുഡ് മാത്രം കഴിച്ചിട്ടുണ്ടാക്കിയ ബോഡിയാ. സത്യം. ഞാൻ നാറ്റിയാണ് കുട്ടി, നാറ്റിയാണ് ഞാൻ. വീട്ടിലെ ഫുഡ്, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചോറും ചാളക്കറിയില്ലേ, അതൊക്കെ മാത്രം കഴിച്ചുണ്ടാക്കിയതാണ്.
അപ്പൊ ഇവർ റീസെന്റ് ആണ് എന്റെ അടുത്ത് നിന്ന് മറ്റേ പ്രോട്ടീൻ പൗഡർ എടുത്ത്. അതുവരെ ഇവൻ വീട്ടിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഈ ബോഡി ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എനിക്കൊരു സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുവായിരുന്നു അണ്ണു? നാലേശ് നോക്ക്. പിന്നെ സത്യം അണ്ണു എന്നെ സ്പോൺസർ ചെയ്യാൻ. അത്താനെ body എന്നെ ആരെങ്കിലും sponsor ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്നത്. ശരിക്കുള്ള പേര് അണ്ണൂന്നാണോ? അല്ല ശരത് ശരത് കുമാർ. ശരത് കുമാറാ? ശരത്. ശരത് കുമാറാ? അങ്ങനെയാണ് ശരിക്കുള്ള പേര്. പുള്ളി ട്രിവാൻഡ്രം അല്ല കൊല്ലമാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നാവായിക്കുളത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്തെ കായംകുളവും? അല്ല ഈ കുട്ടി ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രത്തെ കായംകുളം? കായംകുളം അല്ല അണ്ണു, നാവായിക്കുളം. നാവായിക്കുളോ? നിന്റെ അച്ഛന്റെ കുളം വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവൊക്കെ അറിയോ? പിന്നെ അവിടെ തന്നെയാണ് അണ്ണു താമസിക്കുന്നത്. കുട്ടിയുടെ വീട് എവിടെയായിരുന്നു? വട്ടിയൂർക്കാവാണോ? വട്ടിയൂർക്കാവ്. പിന്നെ എന്റെ തൊട്ടടുത്ത വട്ടിയൂർക്കാവിന്റെ. അണ്ണു തൊട്ടടുത്താണ്. എനിക്ക് ഒരു താല്പര്യമില്ല. സ്ഥലം പറയില്ല. അല്ല സ്ഥലം സോഫിയ ലവ് ശരത്തുന്ന്. ഇവിടെ സ്ലാമിംഗ് ഒക്കെ. യെസ്. What are you doing, Joki? சின்ன பசங்க இடத்துல അപ്പം கைட் பண்ணிட்டு இருக்கு. கைட் பண்ற மாதிரி தெரியலையே. உங்களுக்கு ஸ்கோர் பண்ற மாதிரி தெரியல எனக்கு. അവിടെ കേക്കത്തില്ല കോച്ച്. അവിടെ കേക്കത്തില്ല കോച്ച്. അപ്പം ഞാൻ ഞാൻ ഒന്നുമില്ല. എടാ എന്തേലും ഒക്കെ ഇട്ട് കൊറ. എന്തുവാ കോച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കടാ. അതിന് സംസാരിക്കാൻ കഴിഞ്ഞ വട്ടം ചോദിക്കാൻ മറന്നുപോയി. പഠിക്കുന്നത് എന്തുവാ? അല്ല മറന്നു. കഴിഞ്ഞ വട്ടം കണ്ടപ്പോഴേ ചോദിക്കാൻ മറന്നു. എന്താന്ന് പഠിക്കുന്നത്? BA English. ഓ BA English. English. Man, just talk in English, bro. Okay. Let me talk. Favorite author ആരാണ് ചോദിക്കടാ. Favorite author ആരാണ് ചോദിക്കടാ. Favorite author ആരാണ്? ഫേവറേറ്റ് ഓതറോ? ബുക്കിനാ. പിന്നെ ഓതർ എനിക്ക് ആരെയും ഇഷ്ടമല്ല. എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടം. ഏതാ ജോണർ നോക്കി ഇഷ്ടം? പോയട്രി ആണോ? ഏത് ജോണറാ കുട്ടിക്ക് ഇഷ്ടം? പോയട്രി ആണോ അതോ സ്റ്റോറീസിൽ ഏതാ? ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ? ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ അതോ സ്റ്റോറി? ഏതാണ് കുട്ടിക്ക് ഇഷ്ടം കൂടുതൽ? ഏതിലാണ് സ്പെസിഫിക്? ഞാൻ ലിറ്ററേച്ചർ കാര്യങ്ങൾ എടുത്തിട്ട് പോലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ബോ എനിക്ക് ഒരു പേപ്പേഴ്സും എനിക്ക് ഫേവറേറ്റ് അല്ല. എടാ നീ അഗതാ ക്രിസ്റ്റിയുടെ ഫാനാണ്? വായിക്കാൻ ഇഷ്ടം ഫിക്ഷൻ. അഗതാ ക്രിസ്റ്റി. ഞാൻ അഗര ക്രിസ്റ്റിയുടെ ഫാനാണ്. അഗാരത്ത ക്രിസ്റ്റി. കേട്ടിട്ടില്ല? അഗതാ ക്രിസ്റ്റി കേട്ടിട്ടില്ല? അല്ല ഞാൻ പറഞ്ഞുതരാം. അഗത ക്രിസ്റ്റി ഇടണോ? അഗത ഒന്നും അറിയത്തില്ല. ABC മർഡേഴ്സ് എന്ന് പറയുന്ന ഓതർ ഒന്നും പറയില്ല. ABC മർഡേഴ്സ് അഗതാ ക്രിസ്റ്റി ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. അഗതാ ക്രിസ്റ്റി അറിയാത്ത BA ഇംഗ്ലീഷ് ഓണേഴ്സ് പഠിക്കുന്നു. അഗത ക്രിസ്റ്റി അറിയാത്ത BA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. എന്താണ് ഇത് മന്തു? വാട്ട് ഈസ് ദിസ്? കൺഫേം സ്കിപ്പ്. ഇത് മറ്റേ വെറുതെ ഒരു മണിക്കൂറായിട്ടിരിക്കുക. നീ ഇത് വെറുതെ എടുത്തിട്ട് പഠിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ഇത് ഇഷ്ടമുള്ള ഫീൽഡ് ഇതല്ല? ലിറ്ററേച്ചർ വെറുതെ എടുത്തെന്ന് തോന്നുന്നു. അല്ല മനസ്സിലായില്ലേ? ഞാനിത് എനിക്കിത് കണ്ടാ മനസ്സിലായി. ഞാൻ പിന്നെ ഏതായിരുന്നു ഫേവറേറ്റ് എന്ന് ചോദിക്കടാ. ഏതാ പിന്നെ കുട്ടിയുടെ ഫേവറേറ്റ്? പഠിക്കാൻ ഇഷ്ടം ഏത്? ഡാൻസ് എന്ന് പറയുമ്പം എന്ത് ടൈപ്പ് ഓഫ്? എന്തുവോ? ക്ലാസിക്കൽ ആണോ മോഡേൺ ആണോ വെസ്റ്റേൺ ആണോ? വെസ്റ്റേൺ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണത്തില്ലേ? ഞാനൊക്കെ സംസാരിച്ചാൽ പോരെ? ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഭരതനാട്യമാണ്. അപ്പം എത്ര വർഷം ചോദിക്കണമേ? എത്ര വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്? 12-10 വർഷത്തിന് കൂടുതൽ. ഓ ഫക്ക് മാൻ. പിന്നെന്താ നിർത്തിയിട്ട് ഇതിലോട്ട് തിരിയാ? അണ്ണു ഇംപ്രസ് ആയി കേട്ടോ. ഫാമിലിയുടെ പ്രശ്നം. അത് വിട്ടേക്ക്. എനിക്കത് കൊച്ചിനെ ഡിപ്രസ് ആക്കല്ലേ. ഈ മറ്റേ ചരുവത്തിന്റെ നടുക്ക് നിന്നിട്ട് കളിക്കുന്ന സാധനമില്ലേ? കിണ്ടിക്കകത്ത് കാലിട്ട് കളിക്കും. ഈ മൊണ്ണയൊക്കെ പിടിച്ചിട്ട് പോടാ. സ്കിപ്പടി വെച്ചേ. സോറി അതങ്ങനെ പറ്റിയില്ല. സോറി, ക്ഷമിക്കണം. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. എടാ ഇനി എന്താ പരിപാടി ചോദിക്കുന്നത്? അല്ല ഇനി എന്താ പരിപാടി? ഇൻസ്റ്റാഗ്രാം ഐഡി കേള്. ഇൻസ്റ്റാഗ്രാം ഐഡി ഓൾറെഡി ഉണ്ട് അവന്റെ. എല്ലാം ഉണ്ട് കോച്ച്. അപ്പടിയൊന്നുമില്ല കോച്ച്. ഇത് ഫൈനൽ ഇയർ ആണോ?
ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ നോക്കുന്നോ അതോ ഈ എന്താ പറയാ ഡാൻസ്? കോച്ച് ഈ പൊട്ടന്മാർക്ക് ഒന്നും ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കണം അറിയത്തില്ല കോച്ച്. ഓക്കെ 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 ഓക്കെ. സത്യാണ്. എന്തായാലും നല്ലൊരു You coached me that day, right? How to talk to girls. Did I? Yes, you coached me how to flirt Okay, with നമുക്ക് girls കാണാം. when you came here. ഇനി കാണുമ്പം എനിക്കൊരു പാട്ട് പാടി തരണം കേട്ടാ. എടാ പോവാന്ന്. ഇപ്പഴേ പാടാൻ പറയടാ. അല്ല ഇപ്പൊ പാട്ട് വല്ലതും പാടാൻ അറിയോ? ഇപ്പം വല്ലതും പാടിച്ചു വെച്ചിട്ടുണ്ടോ പാട്ട്? ഓ അങ്ങനെ ഒരു പാട്ട് പഠിച്ചേ കേട്ടോ. എടാ ഇപ്പം നമ്മുടെ അണ്ണൂന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു പാട്ട് പാടും. അണ്ണുന്റെ അടി പോടാ. നിനക്ക് വേണമെങ്കിൽ കേക്ക്. dedicate. ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു അണ്ണൂന് വേണ്ടി. അങ്ങനെ ആരും അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒക്കെ അണ്ണന് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പം അണ്ണൂന് വേണ്ടിട്ട് ഈ ഒരു പാട്ട് കുട്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ക്യൂ നിൽക്കും ഇവിടെ. ഞാൻ സമ്മതിക്കാത്തോണ്ടാ. മന്ദാരം എന്നെ ഒരുമാതിരി ഇവന്റെ അച്ഛനായി കളഞ്ഞല്ലോ. എന്താ കേട്ടില്ല? സത്യം അണ്ണൂന്നൊക്കെ പറ ഇവ അണ്ണനെ ഒരുമാതിരി കളഞ്ഞു മനസ്സിലായോ? അറിയത്തില്ല. sa 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 ni sa ri sa pa ma ma ga da da sa ri pa pa sa 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 ni sa ri sa pa ma ma ga da da sa ri pa pa ga ma da ni sa ga ma da ni sa ga ri sa அழகே அழகே ஏதுவும் அழகு அன்பின் விழியில் எல்லாம் அழகு மழை மட்டும் அழகு சுடும் வெயில் கூட ஒரு அழகு மலர் மட்டும் அழகு விழும் இலை கூட ஒரு அழகு புன்னகை வீசிடும் பார்வைகள் அழகு வார்த்தைகள் தேவை மௌனங்கள் அழகு உண்மைக்கு சொல்லிடும் பொய்களும் அழகு உன்மேலதுதான் மெய்யாய அழகு கமதனிசா நிரிசா குயிலிசையது பாடிட ஸ்வரவரிசைகள் தேவையா மயில் நடனங்கள் ஆடிட ஜெதி ஒலிகளும் தேவையா நதி நடந்தே சென்றிட வழி துணைதான் தேவையா கடல் அலையது பேசிட மொழி இலக்கணம் தேவையா இயற்கையோடு இருந்தால் உலகம் முழுதும் அழகு கவலையாவும் மறந்தால் ചിരി വരും കേട്ടോ പെട്ടെന്ന് തന്നെ. இந்த வாழ்க்கை முழுதும் அழகு നാണം വരുന്നുണ്ടടാ. జను తగది నిరిసని పగ మరిస జను తగది మదని పగ మదని సతాజం తజనం తగది మదని రిసని మదని ప తజం తజం తను സൂപ്പർ 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 കൈ അടിക്കടാ കൊണ്ടാ. സൂപ്പർ 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 ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്റെ പൊന്നളിയാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, സീരിയസ്ലി. അയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പാട്ടിലൊരു കഴിവുണ്ട്, അപ്പൊ അതും കണ്ടിന്യൂ ചെയ്യ, മനസ്സിലായില്ലേ? എനിക്ക് പാട്ട് പാടാൻ ഒരു പേടി. ഇപ്പൊ പേടി പോയില്ലേ? അതെന്താ അപ്പി ചോദിക്കാൻ അങ്ങോട്ട്. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നമുക്ക് ഇനി കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും പോയിട്ട് ഇത് ഐഡിയ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു.